എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഒരു കാലഘട്ടം ഇത് പരിശുദ്ധാത്മാവിൻ്റെ യുഗമാണ്. പരിശുദ്ധാത്മാവിൻ്റെ തലമുറയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു ഭാഗത്ത് പിശാച് പ്രബലപ്പെട്ട് പാപമ്ലേച്ഛതകൾ ഈ തലമുറയിൽ സീമാതീതമായി വർദ്ധിപ്പിച്ച് അസംഖ്യം ആത്മാക്കളെ നിത്യനാശത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ, മറുഭാഗത്ത് പരിശുദ്ധാത്മാവിന്റെ ശക്തമായ പ്രവർത്തനങ്ങൾ ലോകത്തിലും സഭയിലും വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ലോകരാജ്യങ്ങളെ ഉണർത്തിക്കൊണ്ട് രാജ്യങ്ങളുടെ മേൽ ആത്മാവിന്റെ ശക്തി വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയം. യൂറോപ്പിലും അമേരിക്കൻ ഐക്യനാടുകളിലും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ, എന്തിന് നമ്മുടെ ഭാരതത്തിൽ പോലും പരിശുദ്ധാത്മാവിന്റെ പ്രകടമായ പ്രവർത്തനങ്ങൾ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പതിനായിരങ്ങളാണ് കൂട്ടം കൂട്ടമായി മാനസാന്തരപ്പെട്ട് കർത്താവിന്റെ രക്ഷ സ്വന്തമാക്കുന്നത്. അനേകർ യേശുവിനെ കണ്ടുമുട്ടുന്നു. ഒരു എൻകൗണ്ടർ എക്സ്പീരിയൻസ് ജനലക്ഷങ്ങൾക്ക് പരിശുദ്ധാത്മാവ് നൽകിക്കൊണ്ടിരിക്കുന്ന കൃപയുടെ സമയം. ഇത് കൃപയുടെ കാലമാണ്. ആഗ്രഹിക്കുകയും ആത്മാവിന് വേണ്ടി ആരെല്ലാം ചോദിക്കുന്നുവോ അവരിലേക്കെല്ലാം സമൃദ്ധമായ അഭിഷേകം ഒഴുകപ്പെടുന്ന ഒരു സമയം. പരിശുദ്ധ വചനം പറയുന്നുണ്ട്, അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം 17-ാം വചനത്തിൽ ദൈവം അരുളി ചെയ്യുന്നു, അവസാന ദിവസങ്ങളിൽ എല്ലാ മനുഷ്യരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നമ്മൾ ഇന്ന് ലോകരാജ്യങ്ങളിലേക്ക് നോക്കുമ്പോൾ ഈ വചനത്തിന്റെ നിവൃത്തി സംഭവിക്കുന്നതായി നമ്മൾ കാണുകയാണ്. എത്രയോ രാജ്യങ്ങളിൽ ആത്മാവിന്റെ പകർച്ചയുണ്ടാകുന്നു. ഈ കഴിഞ്ഞ നാളുകളിൽ അമേരിക്കയിൽ ഒഹായോയിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ ശക്തമായ പരിശുദ്ധാത്മാവിന്റെ പകർച്ചയുണ്ടായി. ആയിരക്കണക്കിന് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികള്, യുവമക്കള്, അവർ വചനം കേട്ട് കർത്താവിനെ കണ്ടുമുട്ടി. പരിശുദ്ധാത്മ അനുഭവമുള്ളവരായി അവരുടെ യൗവനം അവർ കർത്താവിനും വചനത്തിനുമായി സമർപ്പിച്ചു. ഇതുപോലെ കൻസാസ് സിറ്റിയിലെ മറ്റൊരു ആത്മപകർച്ചയുണ്ടായി. യൂറോപ്പിന്റെ പല ഭാഗങ്ങളിലും ശക്തമായ പരിശുദ്ധാത്മന്റെ പ്രവർത്തനങ്ങൾ ഈ നാളുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. മിഡിൽ ഈസ്റ്റിലെ പല രാജ്യങ്ങളിലും ജനലക്ഷങ്ങളാണ് കൂട്ടം കൂട്ടമായി മാനസാന്തരപ്പെട്ട് കർത്താവിനെ കണ്ടുമുട്ടുന്നത്. ഭാരതത്തിൽ പലയിടങ്ങളിൽ ഇതുപോലെ ആത്മാവിന്റെ പകർച്ചയുണ്ടാകുന്നു. ലോകമെമ്പാടും ഈ ഒരു ആത്മാവിന്റെ പ്രവർത്തനം നമ്മൾ ഇന്ന് കാണുകയാണ്. എല്ലാ മനുഷ്യരുടെ മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കുമെന്നുള്ള കർത്താവിന്റെ പ്രോമിസ് ഈ തലമുറയിൽ നിറവേറപ്പെട്ടുകൊണ്ടിരിക്കുന്നതായി നമ്മൾ കാണുന്നു. എൻ്റെ സഹോദരങ്ങളെ, 2004 പെന്തക്കോസ്ത് തിരുനാളിന്റെ തലേ രാത്രി 2004 മെയ് 29-ാം തീയതി വത്തിക്കാൻ സ്ക്വയറിൽ തടിച്ചുകൂടിയ 10,000-കണക്കിന് സഭാ മക്കളോട് വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ, അന്ന് തിരുസഭയെ നയിക്കുന്നത് ജോൺ പോൾ മാർപ്പാപ്പയായിരുന്നു. മാർപ്പാപ്പ ഇപ്രകാരം പറയുകയാണ്. എന്താണ് മാർപ്പാപ്പ ആശംസിച്ചത്? മാർപ്പാപ്പ പറഞ്ഞു, പ്രാർത്ഥനയ്ക്കും വിശുദ്ധിക്കും കൂട്ടായ്മയ്ക്കും പ്രഘോഷണത്തിനുമുള്ള നവീകൃത ആവേശമായ പെന്തക്കോസ്തയുടെ ആത്മീയത സഭ മുഴുവൻ പടരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മാർപ്പാപ്പ പ്രാർത്ഥിച്ചു മറ്റൊന്നിനു വേണ്ടിയല്ല, സഭ മുഴുവന്റെ മേലും പെന്തക്കോസ്തയുടെ ആത്മീയത പടരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ ജൂബിലി വർഷത്തിലെ പെന്തക്കോസ്ത നമുക്ക് തരുന്നത് ഈ ഒരു അഭിഷേക നിറവാണ്. നാളെ നമ്മൾ പെന്തക്കോസ്ത തിരുനാൾ ആഘോഷിക്കുക. എൻ്റെ സഹോദരങ്ങളെ, ഇന്ന് കർത്താവിന്റെ സഭയ്ക്ക് മറ്റെന്തിനേക്കാളും ആവശ്യമായിരിക്കുന്നത് പെന്തക്കോസ്തയുടെ ആത്മീയതയാണ്. അത് പരിശുദ്ധാത്മാവിലുള്ള ജീവിതമാണ്. സഭ ഇന്ന് നേരിടുന്ന എല്ലാ വെല്ലുവിളികൾക്കും പ്രതിസന്ധികൾക്കുമുള്ള ഉത്തരമെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് തന്റെ സഭയ്ക്ക് നൽകുന്ന നവമായ പെന്തക്കോസ്തയാണ്, നിത്യമായ പെന്തക്കോസ്തയാണ്. മാർപ്പാപ്പ പറഞ്ഞു, പെന്തക്കോസ്തയുടെ ആത്മീയത സഭ മുഴുവൻ പടരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ ഒരു പ്രാർത്ഥനയും ആഗ്രഹം തന്നെ ആയിരിക്കണം ഈ തിരുനാളിന്റെ തലേ രാത്രിയിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2-ന്റെ 14 നമ്മൾ എന്താ കാണുന്നത്?
എന്നാൽ പത്രോസ് മറ്റ് 11 പേരോടൊപ്പം എഴുന്നേറ്റ് നിന്ന് ഉച്ചസ്വരത്തിൽ അവരോട് പറയാണ്, കർത്താവിന്റെ സുവിശേഷം അവരോട് പ്രഖ്യാപിക്കുകയാണ്. മറ്റ് 11 അപ്പോസ്തലന്മാരോട് ചേർന്ന് പത്രോസ്ലീഹ പരിശുദ്ധാത്മ ശക്തിയോടെ ദൈവത്തിന്റെ വചനം പ്രഘോഷിക്കുന്നു. അപ്പോസ്തല പ്രവർത്തനം 2:36 ഈ മെസ്സേജ് പറഞ്ഞാണ് പ്രസംഗം അവസാനിപ്പിക്കുന്നത്. അതിനാൽ നിങ്ങൾ കുരിശിൽ തറച്ച യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി ഉയർത്തിയെന്ന് ഇസ്രായേൽ ജനം മുഴുവനും വ്യക്തമായി അറിയട്ടെ. ആത്മാവിന്റെ ശക്തിയിൽ കർത്താവിന്റെ സത്യത്തിന്റെ വചനം ധീരതയോടെ പത്രോസ്ലീഹ മറ്റ് 11 അപ്പോസ്തലന്മാരോട് ചേർന്ന് പ്രഘോഷിക്കുകയാണ്. പെന്തക്കോസ്തുടെ ആത്മീയത എന്താണ് സഹോദരങ്ങളെ? നമ്മൾ എപ്രകാരമാണ് ആത്മീയരായി ജീവിക്കേണ്ടത്? യഥാർത്ഥ ആത്മീയത എന്താണ്? നമ്മൾ ആദിമ സഭയിലേക്ക് നോക്കുമ്പോൾ ശിഷ്യ സമൂഹത്തിന് മേൽ ആത്മാവിന്റെ ആഗമനമുണ്ടായി. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി. പിന്നീടുള്ള തിരുവചനങ്ങൾ, അപ്പോസ്തല പ്രവർത്തനങ്ങൾ നമ്മൾ വായിച്ച് ധ്യാനിക്കുമ്പോൾ അവരെല്ലാം പെന്തക്കോസ്തയുടെ ആത്മീയതയിലാണ് ജീവിച്ചത്. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിലുള്ള ജീവിതം. അതാണ് പെന്തക്കോസ്തയുടെ ആത്മീയത. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം 37 മുതൽ 47 വരെയുള്ള ആ 10 തിരുവചനങ്ങൾ വായിച്ച് ധ്യാനിക്കുന്നു. എന്താണ് പെന്തക്കോസ്തയുടെ ആത്മീയത എന്ന് വ്യക്തമായി പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുകയാണ്. എന്താണ് പെന്തക്കോസ്തയുടെ ആത്മീയത? 10 കാര്യങ്ങൾ ഈ പരിശുദ്ധ വചനങ്ങളിൽ നിന്ന് ആത്മാവ് നമ്മൾ അറിയിക്കുന്നു. ഒന്നാമത്, പെന്തക്കോസ്തയുടെ ആത്മീയത എന്ന് പറയുന്നത് അനുതാപത്തിന്റെയും മാനസാന്തരത്തിന്റെയും ജീവിതമാണ്. നമ്മൾ വളരെ ശ്രദ്ധിക്കണം സഹോദരൻ. അനുതാപ മാനസാന്തരം എന്ന് പറയുന്നത് അത് ഒരിക്കൽ മാത്രം സംഭവിക്കേണ്ട കാര്യമല്ല. അതൊരു ഓൺഗോയിങ് പ്രോസസ്സാണ്. നമ്മുടെ അവസാന ശ്വാസം വരെ, ഈ ലോകം വിട്ട് നമ്മൾ കർത്താവിനോടൊപ്പം നിത്യതയിലേക്ക് യാത്രയാകുന്നതുവരെ എന്നിലും നിങ്ങളിൽ സംഭവിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നിരന്തരമായ മാനസാന്തരവും അനുതാപവും. അതൊരു ഓൺഗോയിങ് പ്രോസസ്സാണ്. എല്ലാ ദിനവും നമ്മിൽ സംഭവിക്കേണ്ട കാര്യമാണ്. മാനസാന്തര കൃപയിലുള്ള ജീവിതം, അനുതാപത്തിന്റെ ആത്മാവിലുള്ള ജീവിതം, ഇതാണ് പെന്തക്കോസ്തുടെ ആത്മീയത. പത്രോസ്ലീഹ ഈ സത്യത്തിന്റെ വചനം അറിയിച്ചപ്പോൾ ഇത് കേട്ടുകൊണ്ടിരുന്ന ജനത്തിന് എന്താണ് സംഭവിച്ചത്? ഒന്നാമത്തെ റിസൾട്ട് അതാണ്. അപ്പോസ്തല പ്രവർത്തനം 2:37 ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം നുറുങ്ങി. പത്രോസിനോടും മറ്റ് അപ്പോസ്തലന്മാരോട് ചോദിച്ചു, സഹോദരന്മാരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അവരുടെ ഹൃദയം നുറുങ്ങി. അവർക്ക് അനുതാപമുണ്ടായി, മാനസാന്തരമുണ്ടായി. സഹോദരങ്ങളെ, ഇത് പരിശുദ്ധാത്മാവ് തരുന്ന കൃപയാണ്. പെന്തക്കോസ്തുടെ ആത്മീയത എന്ന് പറയുന്നത് മാനസാന്തര കൃപയിലുള്ള ജീവിതമാണ്. അനുതാപത്തിന്റെ ചൈതന്യത്തിലുള്ളൊരു ജീവിതമാണ്. ഈ ചോദ്യത്തിന് മറുപടിയായി എന്താ പത്രോസ്ലീഹ പറഞ്ഞത്? അപ്പോസ്തല പ്രവർത്തനം 2:38 വളരെ ഇമ്പോർട്ടന്റ് ആയൊരു കാര്യമാണ്. പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, റിപ്പന്റ്. നിങ്ങൾ അനുതപിക്കുക, നിങ്ങൾ മാനസാന്തരപ്പെടുക. മറ്റൊന്നുമല്ല, സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പ ആ ജനത്തോട് പറയാണ്, നിങ്ങൾ അനുതപിക്കുക, മാനസാന്തരപ്പെടുക. സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിലുള്ള ജീവിതം മാനസാന്തരത്തിന്റെ ജീവിതമാണ്. കർത്താവ് പറഞ്ഞു ലൂക്കായുടെ സുവിശേഷം 13:5 എന്താണ് ഈശോ പഠിപ്പിച്ചത്? അല്ല എന്ന് ഞാൻ പറയുന്നു, പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും. നിങ്ങളെല്ലാവരും നശിക്കും. അനുതാപത്തിന് വലിയ ശക്തിയുണ്ട് സഹോദരങ്ങളെ. നിരന്തരമായി നമ്മിൽ സംഭവിക്കേണ്ട മാനസാന്തര കൃപയ്ക്ക് വലിയ പവറുണ്ടെന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്. ഇന്ന് അനേകം കുടുംബങ്ങൾ നശിക്കുന്നതിന് കാരണം നോ റിപ്പന്റൻസ്, അനുതാപം നഷ്ടപ്പെട്ടു പോകുന്നു. ഇന്ന് അനേകം ജീവിതങ്ങൾ കഠിന ഹൃദയങ്ങളായി മാറിയതിന്റെ കാരണം അനുതാപം നഷ്ടപ്പെട്ടു പോകുന്നു, മാനസാന്തര കൃപ ഇല്ലാതെ പോകുന്നു. നമ്മുടെ തലമുറകളിലും നമ്മുടെ പല മിനിസ്ട്രികളിലും സഭയിൽ പോലും പല അസ്വസ്ഥതകളുടെയും പ്രശ്നത്തിന്റെയും അടിസ്ഥാന കാരണം അനുതാപം നഷ്ടപ്പെട്ടു പോയതാണ്. ഹൃദയ കാഠിന്യമാണ്
കഠിന ഹൃദയം, നോ റിപ്പന്റൻസ്, അവിടെ മാനസാന്തരത്തിന് അനുഭവമില്ല, മാനസാന്തര കൃപയില്ല. അതെല്ലാം ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ. ഈ തലമുറയുടെ വലിയൊരു ബന്ധനം എന്ന് പറയുന്നത് എന്താണ് സഹോദരങ്ങളെ? വെളിപാട് പുസ്തകം 9:21 ആത്മാവ് പറയുന്നുണ്ട്, തങ്ങളുടെ കൊലപാതകം, മന്ത്രവാദം, വ്യഭിചാരം, മോഷണം എന്നിവയെ കുറിച്ച് അവർ അനുതപിച്ചില്ല. ഈ തലമുറയുടെ അടിസ്ഥാന പ്രശ്നം എന്ന് പറയുന്നത് അനുതാപമില്ല, നോ റിപ്പന്റൻസ്. അവർ അനുതപിച്ചില്ല. മനസാന്തരം നഷ്ടപ്പെട്ടു പോയൊരു തലമുറ, മനസാന്തരമില്ലാത്ത കുടുംബങ്ങള്, അനുതാപം നഷ്ടപ്പെട്ടു പോയ കൂട്ടായ്മകള്, വ്യക്തിജീവിതങ്ങള്, അനുതാപത്തിന് ചൈതന്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സഭാ സമൂഹങ്ങള്. ഇതാണ് നമ്മുടെ അനേകം പ്രശ്നങ്ങളുടെ അടിസ്ഥാന കാരണമെന്ന് പരിശുദ്ധ വചനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് നമ്മെ അറിയിക്കുകയാണ്. പെന്തക്കോസ്തയുടെ ആത്മീയത ഒന്നാമത് അത് മാനസാന്തര കൃപയിലുള്ള ജീവിതമാണ്. നമ്മളിത് പ്രാപിക്കണം സഹോദരങ്ങളെ. ഈ ഒരു ആത്മീയത നമ്മൾ സ്വന്തമാക്കണം. ഈ ഒരു അഭിഷേകത്തിൽ നമ്മൾ ജീവിക്കണം. രണ്ടാമത് തിരുവചനത്തിൽ നമ്മൾക്ക് എന്താ കാണാൻ കഴിയുന്നത്? ചിട്ടയായ വിശ്വാസ ജീവിതമാണ്. നല്ല ക്രമത്തിലുള്ളൊരു വിശ്വാസ ജീവിതം. പലപ്പോഴും ഞാൻ ഈ അപ്പോസ്തല പ്രവർത്തനം ഒരുപാട് പ്രാവശ്യം വായിക്കാൻ കർത്താവ് കൃപ കാണിച്ചിട്ടുണ്ട്. ഓരോ പ്രാവശ്യവും അപ്പോസ്തല പ്രവൃത്തികൾ വായിച്ച് ധ്യാനിക്കുമ്പോൾ ഹൃദയത്തിൽ എന്തെന്നില്ലാത്തൊരു ആനന്ദം അനുഭവപ്പെടാറുണ്ട്. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം കൂടുതൽ അനുഭവിക്കാൻ കർത്താവ് കാരുണ്യം കാണിക്കാറുണ്ട്. ചിട്ടയായിട്ടുള്ളൊരു വിശ്വാസ ജീവിതം, അവരുടെ ആത്മീയ ജീവിതം നല്ല ചിട്ടയും അടക്കും ചിട്ടയുമായിട്ടുള്ള ഒരു സ്പിരിച്വൽ ലൈഫ് അവർ നയിക്കുകയാണ്. പെന്തക്കോസ്തയുടെ ആത്മീയത അതാണ് സഹോദരങ്ങളെ. ചിട്ടയായൊരു ആത്മീയ ജീവിതം, വിശ്വാസ ജീവിതം നമുക്ക് ലഭിക്കുന്നു. അപ്പോസ്തല പ്രവർത്തനം 2:42 ഈ ചിട്ടയായ വിശ്വാസ ജീവിതത്തോട് ബന്ധപ്പെട്ട് 4 കാര്യങ്ങൾ പരിശുദ്ധ വചനം വെളിപ്പെടുത്തുന്നുണ്ട്. 4 കാര്യങ്ങൾ. അപ്പോസ്തല പ്രവർത്തനം 2:42. ഒന്നാമത് എന്താണ് അവിടെ പറയുന്നത്? എന്താണ്? അപ്പോസ്തലന്മാരുടെ പ്രബോധനം, 2 കൂട്ടായ്മ, 3 അപ്പം മുറിക്കൽ, 4 പ്രാർത്ഥന എന്നിവയിൽ സദാ താല്പര്യപൂർവ്വം. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ് താല്പര്യപൂർവ്വം. എപ്പോഴും താല്പര്യപൂർവ്വം, നിർബന്ധത്താലല്ല, താല്പര്യത്തോടെ അവരെ പങ്കുചേരുകയാണ്. പൗലോസ്ലീഹ കൊളോസസിലെ സഭയെ നോക്കി അഭിമാനത്തോടെ പറയുന്നൊരു കാര്യമുണ്ട്. കൊളോസസ്കാർക്ക് ഇത് ലേഖനം 2-ാം അധ്യായം 5-ാമത്തെ വചനമാണ്. ശ്രദ്ധാപൂർവം ആ വചനം ഒന്ന് വായിച്ച്. ഞാൻ ശാരീരികമായി നിങ്ങളിൽ നിന്ന് വിദൂരസ്ഥനാണെങ്കിലും ആത്മാവിൽ നിങ്ങളോട് കൂടെയുണ്ട്. നിങ്ങളുടെ ജീവിത ക്രമം കണ്ടു, ചിട്ടയായിട്ടുള്ള നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിന്റെ ക്രമം കണ്ട്, ക്രിസ്തുവിലുള്ള അടിയുറച്ച വിശ്വാസം കണ്ട് ഞാൻ സന്തോഷിക്കുകയാണ്. പൗലോസ്ലീഹ പറയാണ്, ഞാൻ സന്തോഷിക്കുകയാണ്. സഹോദരങ്ങൾ, നമുക്ക് ചിട്ടയായ ഒരു വിശ്വാസ ജീവിതത്തിന്റെ ക്രമമുണ്ടാകണം. ഒരു ഡിസിപ്ലിൻ ആയിട്ടുള്ള സ്പിരിച്വൽ ലൈഫ്. അതാണ് പെന്തക്കോസ്ത തരുന്ന ആത്മീയത. പരിശുദ്ധാത്മാവ് തരുന്ന അനുഭവം എന്ന് പറയുന്നത് ചിട്ടയായ ഒരു ആത്മീയ ജീവിതമാണ്. ക്രമപ്രകാരമുള്ള, വളരെ ക്രമത്തിലുള്ള ഒരു വിശ്വാസ ജീവിതം. അതിലൊന്നാമത് നമ്മൾ കണ്ടത് ദൈവവചനത്തോടുള്ള അവരുടെ തുറവയാണ്, വചനത്തോടുള്ള അവരുടെ നിഷ്കളങ്കമായ സ്നേഹമാണ്. പെന്തക്കോസ്തയുടെ ആത്മീയത ദൈവവചനത്തിൽ അടിസ്ഥാനമാക്കിയ ആത്മീയതയാണ്. ദൈവവചനത്തെ മുറുകെ പിടിച്ചുകൊണ്ടുള്ള ആത്മീയതയാണ്. വചനത്തെ സ്നേഹിച്ചുകൊണ്ടുള്ള ആത്മീയതയാണ്. വചനം ജീവിക്കുന്ന അനുഭവമാണ് പെന്തക്കോസ്തയുടെ ആത്മീയത. വചനത്തിന് സാക്ഷ്യം നൽകുന്ന, എവിടെയും കർത്താവിന്റെ സത്യവചനത്തെ ഉയർത്തുന്ന ശ്രേഷ്ഠമായ അനുഭവമാണ് പെന്തക്കോസ്തയുടെ ആത്മീയത എന്ന് പറയുന്നത്. യാക്കോബ് ശ്ലീഹ പറയുന്നുണ്ട്, യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 21-ാമത്തെ വചനം. ആകയാൽ എല്ലാ അശുദ്ധിയും വർദ്ധിച്ചു വരുന്ന തിന്മയും ഉപേക്ഷിച്ച് നിങ്ങളിൽ ഭാഗീകരിക്കുന്നതും നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുവാൻ കഴിവുള്ളതുമായ വചനത്തെ വിനയപൂർവം സ്വീകരിക്കുവിൻ. എന്റെ സഹോദരങ്ങളെ, നമ്മുടെ ആത്മാവിനെ രക്ഷിക്കുവാൻ കർത്താവിന്റെ വചനത്തിന് കഴിയും. ഇത് നിത്യജീവന്റെ വചനങ്ങളാണ്. കർത്താവിന്റെ വചനം നിത്യജീവന്റെ വചസ്സുകളാണ്. നമ്മളെ നിത്യജീവനിലേക്ക് നയിക്കുവാൻ,
നിത്യരക്ഷയിലേക്ക് നയിക്കുവാൻ പരിശുദ്ധ വചനത്തിന് കഴിയുമെന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുക. ഇത് ആത്മാവിന്റെ പ്രബോധന, ഇത് സഭയുടെ വിശ്വാസം. അപ്പോൾ അവർ അപ്പോസ്തലന്മാരുടെ വാക്കുകൾ, അത് ദൈവവചന പ്രഘോഷണമാണ്. അത് കേൾക്കുവാൻ അവർ ഓടിക്കൂടി. അവർ വചനം ഭക്ഷിച്ചു, വചനത്തെ സ്നേഹിച്ചു, വചനം ജീവിച്ചു, വചനത്തിന് സാക്ഷ്യം നൽകി. ഈ പ്രവർത്തനങ്ങളാണ് അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. നിങ്ങളത് കൂടുതൽ കൂടുതൽ വായിക്കണം, അഭിഷേകം പ്രാപിക്കണം, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ആത്മാവിനോടൊപ്പം നിങ്ങൾ ആ വചനങ്ങൾ വായിക്കുമ്പോൾ ഈ കാലഘട്ടത്തിന് ആവശ്യമായ കൃപാദാനങ്ങളാൽ നമ്മൾ മുദ്ര ചെയ്യപ്പെടും. എൻ്റെ സഹോദരങ്ങളെ, വചനത്തോടുള്ള വലിയ തുറവ് 119 സങ്കീർത്തനം 24 വചനത്തിൽ എന്താ പറയുന്നത്? അവിടുത്തെ കൽപ്പനകളാണ് എൻ്റെ ആനന്ദം, അവയാണ് എനിക്ക് ഉപദേശം, ആലോചനകൾ തരുന്നത്. ചിട്ടയായ വിശ്വാസ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത പ്രധാനപ്പെട്ട ഒന്നാണ് കർത്താവിന്റെ സത്യത്തിന്റെ വചനം. വചനം ഭക്ഷിക്കുന്നു, വചനത്തിൽ ആനന്ദം കണ്ടെത്തുന്നു, ദൈവവചനത്തിൽ നിന്ന് ആത്മാവിന്റെ ആലോചനകൾ സ്വീകരിക്കുന്നു. വചനം അവരെ ഗൈഡ് ചെയ്യുന്നു, വചനം അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നു, വചനം അവരെ പ്യൂരിഫൈ ചെയ്യുന്നു, വചനം അവരെ ഹീൽ ചെയ്യുന്നു, ഡെലിവർ ചെയ്യുന്നു, അനോയിന്റ് ചെയ്യുന്നു. ഓ, എത്ര ശ്രേഷ്ഠമായ അനുഭവമാണ്! കരങ്ങൾ ഉയർത്തി 3 പ്രാവശ്യം സ്നേഹത്തോടെ വിളിച്ചേ, പരിശുദ്ധാത്മാവേ, വിളിച്ചേ. പെന്തക്കോസ്തയുടെ ആത്മീയത സഭ മുഴുവൻ പടരട്ടെ, കുടുംബങ്ങളിൽ പടരട്ടെ, ദേശങ്ങളിൽ അത് വ്യാപരിക്കട്ടെ. ജെറമിയ പ്രവചനം 15:16 പ്രവാചകൻ ചങ്ക് തുറന്ന് നമ്മോട് പങ്കുവെക്കുകയാണ്. ജെറമിയ പ്രവചനം 15:16 എന്താ പറയുന്നത്? അങ്ങയുടെ വചനങ്ങൾ കണ്ടെത്തിയപ്പോൾ ഞാൻ അവ ഭക്ഷിച്ചു, അവ എനിക്ക് ആനന്ദമൃതമായി, എൻ്റെ ഹൃദയത്തിന് സന്തോഷവും. സഹോദരങ്ങളെ, പെന്തക്കോസ്തയുടെ ആത്മീയത ദൈവ വചനത്തിലുള്ള ജീവിതമാണ്, വചനത്തോടുള്ള സ്നേഹമാണ്, തുറവയാണ്. വചനം ഭക്ഷിച്ച് വചനത്തിൽ വളരുന്ന ജീവിതമാണ് പെന്തക്കോസ്തയുടെ ആത്മീയത. രണ്ടാമത് നമ്മൾ വചനത്തിൽ അവിടെ കാണുന്നു, ഈ ചിട്ടയായ വിശ്വാസ ജീവിതത്തിൽ രണ്ടാമത് അവിടെ കാണുന്ന പ്രാധാന്യം എന്താണ്? കൂട്ടായ്മയാണ്, ഫെല്ലോഷിപ്പ്. ഗ്രീക്കിൽ അതിനെ പറയും കൊയ്നോനിയ. കർത്താവിനെ കണ്ടുമുട്ടിയവരുടെ ആ കൂട്ടായ്മ, ദൈവമക്കളുടെ കൂട്ടായ്മയ്ക്ക് പറയുന്ന പേരാണ് കൊയ്നോനിയ. Acts 2:42 നമ്മൾ എന്താ കാണുന്നത്? അപ്പോസ്തലന്മാരുടെ പ്രബോധനം. രണ്ടാമത് പറയാണ് കൂട്ടായ്മയാണ്. പെന്തക്കോസ്തയുടെ ആത്മീയത എന്ന് പറയുന്നത് ആ ഒരുമയാണ്, സ്നേഹമാണ് സഹോദരങ്ങൾ. ഇന്ന് സ്നേഹം നഷ്ടപ്പെട്ടു പോയതിന് കാരണം നമ്മളിലുള്ള അനോയിന്റിങ് ഇല്ലാതെ പോകുന്നു, പരിശുദ്ധാത്മ നമ്മളെ വിട്ടുപോകുന്നു, നിർവീര്യമായി പോകുന്നു, ആത്മാവ് നിർവീര്യമായി പോകുന്നു. നമ്മുടെ ഉള്ളിൽ ഹോളി സ്പിരിറ്റ് ഉണ്ടെങ്കിലും ആത്മാവിന് പ്രവർത്തിക്കാൻ കഴിയാത്ത വിധം നമ്മളുള്ള അശുദ്ധികളും അവിശ്വസ്തതകളും അനുസരണക്കേടും പരിശുദ്ധാത്മ സാന്നിധ്യത്തെ നിർവീര്യമാക്കി കളയുന്നു. തിരുവചനം പഠിപ്പിക്കുകയാണ്, പെന്തക്കോസ്തയുടെ ആത്മീയത അത് കൂട്ടായ്മയുടെ അനുഭവമാണ്, അത് ഐക്യതയുടെ, സ്നേഹത്തിന്റെ അനുഭവമാണ്. അപ്പോസ്തല പ്രവർത്തനം 4:32 അവതരണം ഉച്ചത്തിൽ എല്ലാവരും വായിച്ച്. വിശ്വാസികളുടെ സമൂഹം ഒരു ഹൃദയവും ഒരു ആത്മാവുമായിരുന്നു, ആരും തങ്ങളുടെ വസ്തുക്കൾ സ്വന്തമെന്ന് അവകാശപ്പെട്ടില്ല. ഒരു ഹൃദയവും ഒരു ആത്മാവുമായിരുന്നു. അവർക്ക് പ്രശ്നങ്ങളില്ലാഞ്ഞിട്ടല്ല, പ്രതിസന്ധികളില്ലാഞ്ഞിട്ടല്ല, കാരണം അവർ കർത്താവിനെ കണ്ടുമുട്ടിയവരാണ്, അവർ പരിശുദ്ധാത്മാവുള്ളവരാണ്. പരിശുദ്ധാത്മാവുള്ള ഒരു ദൈവ പൈതൽ സ്നേഹത്തിൽ ജീവിക്കുന്നവരാണ്. വെറുപ്പ്, വൈരാഗ്യം, നീരസം, പക, വിദ്വേഷം, മുൻകോപം, അസ്വസ്ഥത, നിരാശ, വിഷാദം, ഡിപ്രഷൻ, ഇതൊന്നല്ല സഹോദരങ്ങൾ. എപ്പോഴും ഒരു സ്നേഹത്തിന്റെ, പ്രത്യാശയുടെ ഒരു സാന്നിധ്യം അവനിൽ അവളിൽ ഇങ്ങനെ ജ്വലിച്ചുകൊണ്ടേയിരിക്കും. അവരൊരേ ആത്മാവും ഒരേ ഹൃദയമുള്ളവരായിരുന്നു. അതാണ് കൊയ്നോനിയ, കൂട്ടായ്മയുടെ അനുഭവം. നമ്മുടെ കുടുംബങ്ങൾ ഇത് പ്രാപിക്കണം. ഈ ആത്മീയത വേണം നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ. പരിശുദ്ധാത്മാവ് തരുന്ന ആത്മീയത പെന്തക്കോസ്തയുടെ ആത്മീയതയാണ്.
ആദിമ സഭയുടെ ചൈതന്യമാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ചൈതന്യത്തിലേക്കാണ് യുഗാന്ത സഭ തിരിച്ചു വരേണ്ടത്. നമ്മൾ തിരിച്ചു വരേണ്ടത്, നമ്മുടെ കുടുംബങ്ങൾ, കൂട്ടായ്മകൾ, നമ്മുടെ മിനിസ്ട്രികൾ, നമ്മുടെ സമർപ്പിത സമൂഹങ്ങളെല്ലാം തിരിച്ചു വരേണ്ടത് ഈ ഒരു ആത്മീയതയിലേക്കാണ്. പെന്തക്കോസ്തയുടെ ആത്മീയത ഇത് സ്വന്തമാക്കാനാണ് കർത്താവ് ഈ ഒരു തിരുനാൾ ദിനങ്ങളിൽ നമ്മളോട് പങ്കുവെക്കുന്നത്. നമ്മൾ ഇതിനു വേണ്ടി ഒരുങ്ങുമ്പോൾ സഹോദരങ്ങൾ, ഈ ഒരു അനുഭവം ഇല്ലാതെ നമ്മൾ വേറെ എന്ത് തന്നെ കർത്താവിനെ പ്രതി ചെയ്താലും അതൊന്നും ദൈവത്തിന് അംഗീകാരമാവുകയില്ല. അതിലൊന്നും കർത്താവ് സന്തോഷിക്കില്ല. കൊയിനോനി എക്സ്പീരിയൻസ് നമുക്കുണ്ടാകണം. Acts 5:12 അപ്പോസ്തല പ്രവൃത്തി 5:12 എന്ന് പറയുന്നത് ഒത്തിരി ഇഷ്ടമാണ് എനിക്ക്. ആ വചനം ഉറക്കെ വായിച്ച് എന്താ പറയുന്നത്? അപ്പോസ്തലന്മാരുടെ കരങ്ങൾ വഴി ജനമധ്യത്തിൽ വളരെ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിച്ചുകൊണ്ടിരുന്നു. അവർ ഏക മനസ്സോടെ കണ്ടു. ഏക മനസ്സോടെ സോളമന്റെ മണ്ഡപത്തിൽ ഒന്നിച്ചു കൂടുക പതിവാണ്. ഏക മനസ്സോടെ അവർ ഒന്നിച്ചു, ഏക മനസ്സോടെ കണ്ടു. ഒരു മനസ്സോടെയാണ് അവർ പ്രാർത്ഥിച്ചത്. ഒരു മനസ്സോടെയാണ് അവർ സുവിശേഷ വേല ചെയ്തത്. ഒരു മനസ്സോടെ അവർ കൂടി വന്നു, അവർ പങ്കുവെച്ചു, അവർ സ്നേഹിച്ചു. എല്ലാം ഒരു മനസ്സോടെ, ഏക മനസ്സോടെ, ഐക്യതയോടെ. ആ കൊയിനോനിയ അതവർ നഷ്ടപ്പെടുത്തിയില്ല. എന്തൊക്കെ ആത്മീയത സഹോദരങ്ങൾ തിരിച്ചറിയണം. ഹെബ്രായ പുസ്തകം 10-ാം അധ്യായം 23-24 വചനങ്ങളിൽ വീണ്ടും എന്താണ് ആത്മാവ് പറയുന്നത്? ഹെബ്രായ പുസ്തകം 10-ാം അധ്യായം 24-25 വചനങ്ങൾ. സ്നേഹത്തോടെ ജീവിക്കുന്നതിനും നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനും പരസ്പരം പ്രോത്സാഹിപ്പിക്കാൻ എങ്ങനെ കഴിയുമെന്ന് നമ്മൾ ആലോചിക്കണം. ചിലർ സാധാരണയായി ചെയ്യാറുള്ളത് പോലെ നമ്മുടെ സഭായോഗങ്ങൾ നമ്മൾ ഉപേക്ഷിക്കരുത്. ആ ദിവസം അടുത്തു വരുന്നത് കാണുമ്പോൾ നമ്മൾ പരസ്പരം കൂടുതൽ പ്രോത്സാഹിപ്പിക്കണം. അതാണ് ഈ സ്നേഹത്തിന് അനുഭവം. നമ്മൾ പരസ്പരം എൻകറേജ് ചെയ്യും. നമുക്ക് പ്രശ്നങ്ങളില്ലാഞ്ഞിട്ടല്ല, ദുഃഖങ്ങളും വേദനകളും ഇല്ലാഞ്ഞിട്ടല്ല. പരസ്പരം പ്രോത്സാഹിപ്പിക്കുക, പരസ്പരം സപ്പോർട്ട് ചെയ്യുക, പരസ്പരം അംഗീകരിക്കുക, പരസ്പരം സ്നേഹിക്കുക, പരസ്പരം ഒന്നിച്ച് നിൽക്കുക. ഏത് സാഹചര്യത്തിലും ഒരുമയോടെ ജീവിക്കുക, ഒരുമയോടെ പ്രവർത്തിക്കുക. പെന്തക്കോസ്തയുടെ ആത്മീയത നമുക്ക് പ്രദാനം ചെയ്യുന്നത് ഈ ഒരു അനോയിന്റിംഗ് ആണ്, ഈ ഒരു അഭിഷേകമാണ്, കൂട്ടായ്മ. മൂന്നാമത് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്, ഈ ചിട്ടയായ വിശ്വാസ ജീവിത ക്രമത്തിൽ മൂന്നാമത് കാണാൻ കഴിയുന്നത് എന്താണ്? Acts 2:42 എന്ന് പറയുന്നത് അപ്പം മുറിക്കലാണ്. അപ്പം മുറിക്കൽ പരിശുദ്ധ കുർബാനയോടുള്ള ആഴമേറിയ സ്നേഹമാണ്. ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 19-ാമത്തെ വചനം. അത് കർത്താവിന്റെ കൽപ്പനയായിരുന്നു സഹോദരങ്ങളെ. പിന്നെ അവൻ അപ്പമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാണ്, എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ചെയ്യണം. കർത്താവിന്റെ 2ാം വരവ് വരെ, കർത്താവിന്റെ പ്രത്യാഗമനം വരെ സഭയോട് കർത്താവ് കൽപ്പിക്കുകയാണ്, എൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി നിങ്ങൾ ഇത് ചെയ്തുകൊണ്ടേയിരിക്കുക. എൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി നിങ്ങൾ ചെയ്യണം. ഇതെന്റെ രക്തമാണ്. ഇതാണ് സഭ ഇന്ന് അനുവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അനുദിനം പരിശുദ്ധ കുർബാനകൾ, അവർ അപ്പം മുറി എല്ലാ ദിവസവും. അവർ അന്ന് ഇതുപോലെയുള്ള പള്ളികളോ കത്തീഡ്രലുകളോ ഒന്നുമില്ല. ഭവനങ്ങളിൽ സമ്മേളിച്ച് അവർ അപ്പം മുറിച്ചു. കർത്താവിന്റെ പരിശുദ്ധ രക്ത ശരീരങ്ങൾ അവർ ഉൾക്കൊണ്ടു, അവർ ഭക്ഷിച്ചു. അവർ പരിശുദ്ധ കുർബാനയുടെ ജീവിതങ്ങളായി, അവർ പരിശുദ്ധ കുർബാനയുടെ പ്രേക്ഷിതരായി. പെന്തക്കോസ്തയുടെ ആത്മീയത പരിശുദ്ധ കുർബാനയിൽ അടിസ്ഥാനമാക്കിയുള്ള ആത്മീയതയാണ്. അതുകൊണ്ട് നമ്മുടെ കർത്താവ് പറഞ്ഞത്, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 55-ാം വചനത്തിൽ ഈശോ പഠിപ്പിച്ചു, എന്തെന്നാൽ എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എൻ്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ്. എൻ്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ്. എൻ്റെ സഹോദരങ്ങളെ, കൃത്യമായ ചിട്ടയായ വിശ്വാസ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് പരിശുദ്ധ കുർബാനയോടുള്ള ബന്ധവും പരിശുദ്ധ കുർബാനയോടുള്ള സ്നേഹവും. അനുദിനം പരിശുദ്ധ കുർബാന ഉൾക്കൊണ്ടുകൊണ്ട് ദിവ്യകാരുണ്യത്തിന്റെ കർത്താവിന്റെ സാധാരണമായ ആ ശക്തിയിലും സാന്നിധ്യത്തിലുമുള്ള ജീവിതം. 4ാമത് നമുക്ക് ചിട്ടയായ വിശ്വാസ ജീവിതത്തിൽ കാണാൻ കഴിയുന്ന എന്താണ്? 4ാമത് അവിടെ കാണാൻ കഴിയുന്ന എന്താണ്? പ്രാർത്ഥനയാണ്. പ്രാർത്ഥന. 4ാമത് പറയാണ് പ്രാർത്ഥന എന്നിവയിൽ അവ താല്പര്യപൂർവ്വം പങ്കുകൊണ്ടു. എൻ്റെ സഹോദരങ്ങൾ, ആരും അവരെ നിർബന്ധിച്ചിട്ടില്ല. പെന്തക്കോസ്തയുടെ ആത്മീയത പ്രാർത്ഥനയുടെ ജീവിതമാണ്, വചനത്തിന്റെ ജീവിതമാണ്, കൂട്ടായ്മയുടെ ജീവിതമാണ്, പരിശുദ്ധ കുർബാനയുടെ ജീവിതമാണ്.
അത് മാനസാന്തര അനുതാപത്തിന്റെ ജീവിതമാണ്. വിശ്വസിച്ചിട്ട് ഹല്ലേലൂയ പറഞ്ഞേ, സന്തോഷത്തിൽ ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു. ഈ കൃപകൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച് ശക്തിയോടെ സ്തുതിച്ച് ഇടങ്ങളിൽ കരങ്ങൾ ഉയർത്തി കർത്താവിന്റെ നാമം വിളിച്ച് പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തിനായി, ആത്മശക്തിക്കായി, ആത്മാവിന്റെ അഭിഷേകത്തിനായി ഹൃദയം തുറന്ന് അതരം തുറന്ന് എല്ലാം മറന്ന് കരമുയർത്തി വിളിക്കുന്ന പരിശുദ്ധാത്മാവേ, ദൈവത്തിന്റെ റൂഹായേ, പരിശുദ്ധാത്മാവേ, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ശക്തിയോടെ വിളിക്കുന്ന ആത്മാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു. കൃപയൊഴുകട്ടെ, കൃപയൊഴുകട്ടെ, കൃപയൊഴുകട്ടെ. അഭിഷേകം നിറയട്ടെ. ഗ്ലോറിയ, 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 ഗ്ലോറിയ. കൃപകളും മരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ ആമേൻ, ആമേൻ. ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ. പിന്മഴയെ വീണ്ടും അയക്കണമേ, നിൻ ജനമുണർന്നിടുവാൻ. ലോകം മുഴുവന്റെ മേലും ലോകരാജ്യങ്ങളിൽ ആഗോള സഭയുടെ മേൽ ഒരു പുതിയ ബന്ധക്കൊസയുടെ അഗ്നിമഴ പെയ്തിറങ്ങുവാൻ. പിന്മഴയെ വീണ്ടും അയക്കണമേ, നിൻ ജനം കരങ്ങൾ അടിച്ച് പരിശുദ്ധാത്മാവിനെ നന്ദിയോടെ സ്തുതിച്ച് ശക്തിയോടെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവേ, സ്തുതിക്കുന്നു. വീണ്ടും പരിശുദ്ധ വചനത്തിൽ നിന്ന് ആത്മാവ് പറയുകയാണ്, പെന്തക്കോസ്തയുടെ ആത്മീയത എന്ന് പറയുന്നത് അത് ദൈവ ഭയത്തോടുള്ള ജീവിതമാണ്. ദൈവ ഭയത്തിലുള്ള ഒരു ജീവിതം, പാപത്തോടുള്ള വെറുപ്പ്, ലോകത്തോട് ലോകമോഹങ്ങളോടുമുള്ള നിസ്സംഗത, നിഷ്ക്രിയത്വം, ദൈവഭയത്തിന്റെ ആത്മാവിലുള്ള ജീവിതം. പെന്തക്കോസ്ത് നമുക്ക് പ്രദാനം ചെയ്യുന്നത് ഈ ഒരു അഭിഷേകമാണ്. അപ്പോസ്തല പ്രവർത്തനം 2:43 നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോസ്തല പ്രവർത്തനം 2:43 നമുക്ക് എന്താ കാണാൻ കഴിയുന്നത്? അവരിലെല്ലാവരിലും ദൈവഭീതി ഉണ്ടായി, ദൈവഭയമുണ്ടായി. എല്ലാവരിലും ദൈവഭയമുണ്ടായി. സഹോദരങ്ങളെ, പരിശുദ്ധാത്മ പ്രവർത്തിക്കുമ്പോൾ നമ്മളിൽ ദൈവഭയമുണ്ടാകുന്നു. നമ്മുടെ കുടുംബങ്ങൾ ദൈവഭയത്തിൽ വളരുന്ന കുടുംബങ്ങളാകുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ തലമുറകളിലേക്ക് ദൈവഭയത്തിന്റെ ചൈതന്യം ഒഴുക്കപ്പെടുകയാണ്. ദൈവഭയത്തിന്റെ അരൂപി നമ്മളെ കൺട്രോൾ ചെയ്യുന്ന, നിയന്ത്രിക്കുന്ന ഒരു അനുഭവം ഉണ്ടാവുന്നു. ഈ തലമുറയുടെ തകർച്ച എന്ന് പറയുന്നത് ദൈവഭയം നഷ്ടപ്പെട്ടു പോയതാണ്. ഓസിയ പ്രവാചകൻ വിലപിക്കുന്നുണ്ട്. എന്താണ്? ദൈവവിചാരം ദേശത്ത് അറ്റുപോയിരിക്കുന്നു. മനുഷ്യ ഹൃദയങ്ങളിൽ ദൈവഭയം നഷ്ടപ്പെട്ടു പോയി, ദൈവവിചാരം അറ്റുപോയി. അതിനാൽ അക്രമങ്ങള്, കൊലപാതകങ്ങള്, വ്യഭിചാരങ്ങള്, മോഷണങ്ങള് ഇതെല്ലാം സീമാതീതമായി ദേശത്ത് വർദ്ധിച്ചു വരുന്നു. സഹോദരങ്ങളെ, പെന്തക്കോസ്തയുടെ ആത്മീയത ദൈവഭയത്തോടെ ജീവിക്കുന്ന അനുഭവമാണ്. പാപത്തോടുള്ള വെറുപ്പ്, മ്ലേച്ഛതയോട്, ലോകമോഹങ്ങളോട്, ലോകത്തിന്റെ വെറിക്കൂത്തുകളോടുള്ള ഒരു നിസ്സംഗത നിന്റെ അകത്ത് പരിശുദ്ധാത്മാവ് നൽകും. എപ്പോൾ നമ്മൾ ഈ അഭിഷേകത്തിൽ നിറയുമ്പോൾ, ആത്മാവിന്റെ തീ നമ്മിലേക്ക് ഇറങ്ങുമ്പോൾ, പെന്തക്കോസ്തയുടെ അനുഭവം പരിശുദ്ധാത്മാവ് നമുക്ക് പകർന്നു നൽകുമ്പോൾ ദൈവഭയത്തിന്റെ ആത്മാവിൽ നമ്മൾ പൂരിതരാകും. ദൈവഭയത്തോടെ ജീവിക്കുന്നതിൽ നമ്മൾ ജാഗ്രതയുള്ളവരാകും. ഈ ഒരു കാലം എന്തിനുള്ള കാലമാണ്? നമ്മൾ ഓരോ സമയവും മനസ്സിലാക്കണം. സഹോദരങ്ങളെ, എല്ലാ സമയവും ഒരുപോലെയല്ല, എല്ലാ സമയവും ഒരുപോലെയല്ല, എല്ലാ സീസണും ഒരുപോലെയല്ല. ചക്ക ഉണ്ടാകാൻ ഒരു സമയമുണ്ട്, മാങ്ങ ഉണ്ടാകാൻ മറ്റൊരു സമയമുണ്ട്, നെല്ലുണ്ടാകാൻ മറ്റൊരു സമയമുണ്ട്, ഗോതമ്പിനും വേറൊരു സമയം, ബാർലിക്ക് മറ്റൊരു സമയം. ഓരോന്നിനും ഓരോ സമയമുണ്ട്. ഈ ഒരു സമയം, ഈ ഒരു കാലം എന്താണെന്ന് ദൈവജനം തിരിച്ചറിയണം. വെളിപാട് പുസ്തകത്തിൽ യോഹന്നാൻ ശ്ലീഹ ആ മഹാദർശനം കാണുകയാണ്. മധ്യാകാശത്ത് പറക്കുന്നൊരു ദൂതൻ
ആ ദൂതൻ വിളിച്ചു പറയുന്നു, 14 അധ്യായം 7 വചനം. എന്താ വിളിച്ചു പറയുന്നത്? ദൈവത്തെ ഭയപ്പെടുക, അവിടത്തേക്ക് മഹത്വം നൽകുക. എന്തെന്നാൽ വിധിയുടെ സമയം വന്ന് ദൈവഭയത്തോടെ ജീവിക്കുക, ദൈവഭയത്തോടെ ജീവിക്കുക. ദൂതൻ വിളിച്ചു പറയാണ്, ദൈവഭയത്തോടെ ജീവിക്കുക. ഇത് ആരോടാ പറയുന്നത്? എല്ലാ ജനതകളോടും, എല്ലാ ഭാഷക്കാരോടും, എല്ലാ ഗോത്രങ്ങളോടും എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ സകല മനുഷ്യരോടുമായി കർത്താവിന്റെ ദൂതൻ വിളിച്ചു പറയാ, ദൈവഭയത്തോടെ ജീവിക്കേണ്ട സമയം, ദൈവഭയത്തോടെ ജീവിക്കേണ്ട നാളുകൾ. എക്സ് 2:43 അതാ പറയുന്നത്. എല്ലാവരിലും ദൈവഭീതി ഉണ്ടായി, ദൈവഭീതി ഉണ്ടായി എന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. വീണ്ടും അപ്പോസ്തല പ്രവർത്തനം 5:13 എന്താ പറയുന്നത്? എക്സ് 5:13 എന്താ പറയുന്നത്? മറ്റുള്ളവരിൽ ആരും തന്നെ അവരോട് ചേരാൻ ധൈര്യപ്പെട്ടില്ല. എന്നാൽ ജനം അവരെ ബഹുമാനിച്ചു. എന്തുകൊണ്ട് ധൈര്യപ്പെടാം? അവരുടെ കായിക ശേഷി കണ്ടിട്ട്, അവരുടെ ലൈഫ് സ്റ്റൈല്, അവരുടെ ജീവിത ശൈലി കണ്ട്, ചിട്ടയായ വിശ്വാസ ജീവിതം കണ്ട് ജനം അത്ഭുതപ്പെട്ടു പോയി. ലോകത്തോടുള്ള ആ വേർപാട് കണ്ട്, ലോകമോഹങ്ങളുള്ള വെറുപ്പ് കണ്ട്, കാരണം അവർ ദൈവഭയത്തോടെ കർത്താവിനോട് ഡിവോട്ടഡായി, കർത്താവിന്റെ വചനത്തെ സ്നേഹിച്ചുകൊണ്ട് അവരെ ഒന്നിച്ച് ആ കൂട്ടായ്മ, കൊയിനോനി അനുഭവം അനുഭവിച്ച് ജീവിക്കുകയാണ്. അതുകൊണ്ടാണ് വീണ്ടും അപ്പോസ്തല പ്രവർത്തനം 5:11 പറയുന്നത്. 5:11 സഭ മുഴുവനിലും ഇത് കേട്ട എല്ലാവരിലും വലിയ വലിയ ഭയമുണ്ടായി, വലിയ ഭയമുണ്ടായി. ഇത് മാനുഷിക ഭയമല്ല, പട്ടിയെ കാണുമ്പോഴുള്ള ഭയമാണ്, പാമ്പിനെ കാണുമ്പോഴുള്ള ഭയമാണ്, ചെറിയ ചെറിയ പാറ്റകളെ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രാണികളെ കാണുമ്പോഴുള്ള ഭയമല്ല. ഇത് പരിശുദ്ധാത്മാവ് തരുന്ന പ്യുവറായിട്ടുള്ള ആ ഹോളി ഫിയർ, അത് റെവറൻസ് ആണ്. കർത്താവിനോടും കർത്താവിന്റെ വചനത്തോടും വിശുദ്ധ വസ്തുക്കളോടും വിശുദ്ധ സ്ഥലങ്ങളോടൊക്കെയുള്ള നമ്മുടെ ആദരവ്. ഈ ഒരു റെവറൻസ് ഉള്ളവർക്ക് പാപം ചെയ്ത് പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കാൻ പറ്റുകയില്ല, കർത്താവിനെ സങ്കടപ്പെടുത്താൻ പറ്റില്ല. പെന്തക്കോസ്തയുടെ ആത്മീയത നമുക്ക് തരുന്നത് ദൈവഭയത്തിന്റെ ചൈതന്യമാണ്, ദൈവഭയത്തോടു കൂടിയുള്ളൊരു ജീവിതം. സഹോദരങ്ങളെ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, തലമുറകളിൽ, നമ്മുടെ മിനിസ്ട്രികളിൽ, സമൂഹങ്ങളിൽ, നമ്മുടെ സഭ മുഴുവനിലും ഈ ഒരു അഭിഷേകം നിറയാൻ, ഈ ഒരു ആത്മീയത തീ പോലെ പടരാൻ. അതാണ് വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പ്രാർത്ഥിച്ചത്. പെന്തക്കോസ്തയുടെ ആത്മീയത സഭ മുഴുവന്റെ മേലും പടരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ഞാൻ ആശംസിക്കുകയാണ്. എത്ര വലിയൊരു പ്രവാചക ദർശനമായിരുന്നു നമ്മുടെ മാർപ്പാപ്പയുടേത്. സഹോദരങ്ങളെ, ഈ ഒരു ആഗ്രഹം നമുക്കുണ്ടാകണം. ആറാമത് പെന്തക്കോസ്തയുടെ ആത്മീയത, ആറാമത് നമ്മൾ വചനത്തിൽ കാണുന്നത് അപ്പോസ്തല പ്രവർത്തനം 2:43 തന്നെയാണ്. അവിടെ എന്താ പറയുന്നത്? അപ്പോസ്തലന്മാരുടെ അപ്പസ്തോലന്മാർ വഴി, കരങ്ങൾ വഴി പല അത്ഭുതങ്ങളും അടയാളങ്ങളും ജനമധ്യത്തിൽ സംഭവിച്ചു. പല അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചുകൊണ്ടിരുന്നു. പെന്തക്കോസ്തയുടെ ആത്മീയത അത്ഭുതങ്ങളും അടയാളങ്ങളെയും വെളിപ്പെടുത്തുന്ന ഒരു സ്പിരിച്വാലിറ്റിയാണ്. അത്ഭുതങ്ങളും അടയാളങ്ങളും നിന്നു പോയിട്ടില്ല. കർത്താവിന്റെ 2ാം ആഗമനം വരെ തിരുസഭയിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. പരിശുദ്ധാത്മാവ് അത്ഭുതത്തിന്റെ ആത്മാവാണ്, അടയാളത്തിന്റെ ആത്മാവാണ് ഹോളി സ്പിരിറ്റ്. മാർക്കോസിന് സുവിശേഷം 16:20 നമുക്ക് എന്താ കാണാൻ കഴിയുന്നത്? അവരെല്ലായിടത്തും പോയി പ്രസംഗിച്ചു, കർത്താവ് അവരോടുകൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിച്ചു. അത്ഭുതങ്ങളിലൂടെ, അടയാളങ്ങളിലൂടെ പ്രഘോഷിക്കപ്പെട്ട ദൈവവചന സത്യങ്ങളെ പരിശുദ്ധാത്മാവ് കൺഫേം ചെയ്യാണ്, സ്ഥിരീകരിക്കുകയാണ്. വിശ്വസിച്ച് ആമേൻ പറഞ്ഞേ. അത്ഭുതങ്ങൾ നിന്നു പോയിട്ടുണ്ടോ? ഇല്ല സഹോദരങ്ങളെ, അടയാളങ്ങൾ അവസാനിച്ചിട്ടില്ല. കർത്താവിന്റെ മഹത്വപൂർണമായ പ്രത്യാഗമനം വരെ തിരുസഭയിലൂടെ ഈ അടയാളങ്ങളും അത്ഭുതങ്ങളും ജനമധ്യത്തിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. വിശ്വസിക്കുന്നവർ കരങ്ങളെടുത്തിട്ട് 3 പ്രാവശ്യം സ്നേഹത്തോടെ വിളിച്ചേ, പരിശുദ്ധാത്മാവേ ഒന്ന് വിളിച്ചേ. പരിശുദ്ധാത്മാവേ, ഹോളി സ്പിരിറ്റ്. അത്ഭുതങ്ങളും അടയാളങ്ങളും ഞങ്ങളെ നയിക്കണമേ, ഞങ്ങളെ കുടുംബങ്ങളെ മുദ്ര ചെയ്യണമേ, സഭ അനോയിന്റ് ചെയ്യണമേ.
ഇന്നും പരിശുദ്ധാത്മാവ് അത്ഭുതങ്ങളിലൂടെ സഭയിൽ പ്രവർത്തിക്കുന്നു. എത്രയോ അത്ഭുതങ്ങൾ ആത്മാവ് ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു. ദൈവവചന സത്യങ്ങളെ സ്ഥിരീകരിക്കുവാൻ കർത്താവായ യേശു ജീവിക്കുന്ന ദൈവമാണെന്ന് ഈ തലമുറയെ ബോധ്യപ്പെടുത്തുവാൻ ഈ നാളുകളിലും തന്റെ സഭയിലൂടെ പരിശുദ്ധാത്മാവ് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. എത്ര ശക്തമാണ് ആത്മാവിന്റെ പ്രവർത്തനം. അപ്പോസ്തല പ്രവർത്തനം 5:12 ആ വചനം കൂടി എല്ലാവരും എടുത്ത്. അപ്പോസ്തലന്മാരുടെ കരങ്ങൾ വഴി ജനമധ്യത്തിൽ വളരെ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിച്ചുകൊണ്ടിരുന്നു. വളരെ അത്ഭുതങ്ങൾ അടയാളങ്ങൾ സംഭവിച്ചുകൊണ്ടിരുന്നു. അപ്പൊ സഹോദരങ്ങളെ, പെന്തക്കോസ്തയുടെ ആത്മീയത അത്ഭുതങ്ങൾ അടയാളങ്ങൾ വെളിപ്പെടുത്തുന്ന ഒരു ആത്മീയതയാണ്. വീണ്ടും നമുക്കവിടെ 7ാമതായി കാണാൻ കഴിയുന്നത് കൊടുക്കുവാനുള്ള തുറവയാണ്. കർത്താവിനും കർത്താവിന്റെ വചനത്തിനുമായി കൊടുക്കുവാനുള്ള ഒരു സമർപ്പണം, എല്ലാം കൊടുക്കുവാനുള്ള. അവർ ആദിമസഭയുടെ പ്രത്യേകത, അവരെല്ലാം കൊടുക്കുന്നവരായിരുന്നു. അവരൊന്നും പിടിച്ചു വെച്ചില്ല. അവരെല്ലാം കർത്താവിനായി കൊടുത്തു. കർത്താവിന്റെ ജനത്തിനായി, സഭയ്ക്കായി എല്ലാം കൊടുക്കുകയാണ്. നമ്മുടെ കർത്താവിന്റെ ശ്രേഷ്ഠമായ വാക്കുകൾ അപ്പോസ്തല പ്രവർത്തനങ്ങൾ 20-ാം അധ്യായം 35-ാമത്തെ വചനം. അവിടെ എന്താണ് വചനം പറയുന്നത്? പൗലോസ്ലീഹയാണ് കർത്താവ് പറഞ്ഞ ഈ കാര്യം എടുത്ത് ജനത്തെ പഠിപ്പിക്കുന്നത്. ഇങ്ങനെ അധ്വാനിച്ചുകൊണ്ട് ബലഹീനരെ സഹായിക്കണമെന്ന് കാണിക്കാൻ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് ഞാൻ മാതൃക നൽകിയിട്ടുണ്ട്. സ്വീകരിക്കുന്നതിനേക്കാൾ കൊടുക്കുന്നതാണ് ശ്രേയസ്കരം എന്ന് പറഞ്ഞ കർത്താവായ യേശുവിന്റെ വാക്കുകൾ നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. സ്വീകരിക്കുന്നതിനേക്കാൾ കൊടുക്കുന്നതാണ് മഹത്തരമായിട്ടുള്ളത്, ശ്രേഷ്ഠമായിട്ടുള്ളതെന്ന് കർത്താവ് പഠിപ്പിച്ച വചനം പൗലോസ്ലീഹ ജനത്തെ പറയാണ്. കൊടുക്കുന്നതാണ് ശ്രേഷ്ഠം. കർത്താവിനായി എല്ലാം കൊടുക്കുന്നതാണ് മഹത്തരമായ അനുഭവം. പെന്തക്കോസ്തയുടെ ആത്മീയത അതാണ്. ഒരു വ്യക്തി പരിശുദ്ധാത്മ നിറയുമ്പോൾ അവന്റെ സമയം, അവന്റെ സമ്പത്ത്, ആരോഗ്യം, സാധ്യതകൾ, അവസരങ്ങൾ, അവന്റെ കുടുംബം, അവന്റെ ജീവിതം മുഴുവൻ അവൻ കർത്താവിനായി കൊടുക്കുകയാണ്. എല്ലാം കർത്താവിനായി കൊടുക്കുക. കർത്താവിന്റെ വചനത്തിന് വേണ്ടി, സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി, ഇവാഞ്ചലൈസേഷന് വേണ്ടി, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി എല്ലാം കൊടുക്കുന്നൊരു അനുഭവം. പെന്തക്കോസ്തയുടെ ആത്മീയത ഈ കൊടുക്കുന്ന അതിലുള്ളൊരു വളർച്ചയാണ് സഹോദരങ്ങളെ. അതൊരിക്കൽ നഷ്ടമല്ല. കർത്താവിന് കൊടുക്കുന്നതൊന്നും നഷ്ടമല്ല. നമ്മൾ ചിന്തിക്കും, അത് കൊടുത്താൽ അതെനിക്ക് നഷ്ടപ്പെട്ടു പോയില്ലേ, എൻ്റെ സമ്പത്ത് കൊടുത്താൽ, എൻ്റെ പണം കൊടുത്താൽ അത്രയും എനിക്ക് കുറഞ്ഞല്ല. സഹോദരങ്ങളെ, അതെല്ലാം വലിയ ലാഭങ്ങളാക്കി കർത്താവ് മാറ്റും. കർത്താവിന് കൊടുക്കുന്നതൊന്നും കർത്താവ് ദാനമായിട്ടല്ല സ്വീകരിക്കുന്നത്, കടമായിട്ടാണ് സ്വീകരിക്കുന്നത്. ആ കടങ്ങളെല്ലാം കർത്താവ് വീട്ടും. താഴെ സുവിശേഷം 10:39 നമ്മുടെ കർത്താവ് പഠിപ്പിച്ചു, സ്വന്തം ജീവൻ കണ്ടെത്തുന്നവൻ അത് നഷ്ടപ്പെടുത്തും. എന്നെ പ്രതി, ശ്രദ്ധിക്കണമേ, കർത്താവിനെ പ്രതി, കർത്താവിന്റെ വചനത്തെ പ്രതി ആരെല്ലാം സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നു, ജീവൻ നഷ്ടപ്പെടുത്തുന്നത് മാത്രമല്ല, ആരെല്ലാം സമയം നഷ്ടപ്പെടുത്തുന്നുവോ, ആരോഗ്യം നഷ്ടപ്പെടുത്തുന്നുവോ, തങ്ങളുടെ സമ്പത്ത് നഷ്ടപ്പെടുത്തുന്നുവോ, തങ്ങളുടെ സാധ്യതകളെ നഷ്ടപ്പെടുത്തുന്നുവോ, അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നുവോ, ലോകമോഹങ്ങള്, ലോകത്തിന് സുഖങ്ങള്, നമുക്ക് അർഹതപ്പെട്ട സന്തോഷങ്ങൾ പോലും കർത്താവിനെ പ്രതി, കർത്താവിന്റെ വചനത്തെ പ്രതി ആരെല്ലാം നഷ്ടപ്പെടുത്തുന്നുവോ, എന്താ വചനം പറയുന്നത്? അവരത് കണ്ടെത്തും. അതൊരിക്കൽ നഷ്ടമല്ല, അത് വലിയ ലാഭങ്ങളാണെന്ന് പരിശുദ്ധ വചനത്തിലൂടെ ആത്മാവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. സ്തുതിക്കുന്നു. കർത്താവിന് കൊടുക്കുന്നതെല്ലാം വലിയ വലിയ ലാഭങ്ങൾ. അത് ശ്രേഷ്ഠമാണ്, അത് മഹത്തരമാണ്. അത് കർത്താവിന്റെ വാക്കുകളെ സ്വീകരിക്കുന്നതിനേക്കാൾ കൊടുക്കുന്നതാണ് ശ്രേയസ്കരം, മഹത്തരമായിട്ടുള്ളതെന്ന് കർത്താവ് പഠിപ്പിച്ചു. കൊടുക്കണം സഹോദരൻ. എല്ലാം നമ്മൾ എന്തുമാത്രം അനുഗ്രഹിക്കപ്പെട്ടവരാണ് നമ്മളൊന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ സുവിശേഷ പ്രവർത്തനങ്ങൾ എന്തുമാത്രം ശക്തിപ്പെടുന്നറിയോ? നമ്മുടെ മിനിസ്ട്രികളൊക്കെ ഒരുപാട് ബലപ്പെടും. നമ്മൾ ശ്രദ്ധിക്കണം. പണമില്ലാത്തത് കൊണ്ട് ദൈവരാജ്യ ശുശ്രൂഷകൾ തളർന്നു പോകാൻ നമ്മൾ അനുവദിക്കരുത്. പണമില്ലാത്തത് കൊണ്ട് സുവിശേഷ പ്രവർത്തനങ്ങൾ മന്ദീഭവിച്ചു പോകാൻ നമ്മൾ അനുവദിക്കരുത്.
കർത്താവ് ആ വിധം അനുഗ്രഹിച്ച ഒത്തിരി മക്കൾ നമ്മുടെ സഭയിലുണ്ട്. അവർ തങ്ങളുടെ സമ്പത്ത് കൊടുത്ത് വിശ്വാസത്തെ വർദ്ധിപ്പിക്കണം. വിശ്വാസം പ്രഘോഷിക്കുന്നതിൽ തങ്ങളുടെ സമ്പത്ത് കൊടുത്ത് അവരതിനെ സപ്പോർട്ട് ചെയ്യണം. ഇവാഞ്ചലൈസേഷൻ പ്രവർത്തനങ്ങളെ തങ്ങളുടെ സമ്പത്ത് കൊണ്ട് അവർ പ്രോത്സാഹിപ്പിക്കണം, വളർത്തണം. അതിന് പിന്തുണ കൊടുക്കണം, പിൻബലം കൊടുക്കണം. എന്തുമാത്രം നന്മകൾ ഈ തലമുറയിൽ ചെയ്യുവാനായി കഴിയുന്ന കൊടുക്ക, സമ്പത്ത് കൊടുക്ക സഹോദരങ്ങൾ, സമ്പത്ത് കൊടുക്കുക. ഒരു മുട്ടുസൂചി വരെ ഈ ലോകത്ത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മുടെ സമ്പാദ്യങ്ങൾ നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി കർത്താവിന്റെ വചനത്തിന് വേണ്ടി കൊടുക്ക്. തുറവിയോട് കണക്ക് നോക്കാതെ കൊടുക്ക്, കണക്ക് നോക്കാതെ കൊടുക്ക്. അതൊന്നും അധികപ്പറ്റല്ല. സമയം കൊടുക്ക്, ആരോഗ്യം കൊടുക്ക്, നമ്മുടെ അവസരങ്ങൾ, സാധ്യതകൾ കൊടുക്ക്. സ്വീകരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠം കൊടുക്കുന്നതാണ് മഹത്തരം. ആരുടെ വാക്കുകളാണ്? നമ്മുടെ കർത്താവിന്റെ വാക്കുകൾ. പെന്തക്കോസ്തയുടെ ആത്മീയത കൊടുക്കുന്നൊരു അനുഭവമാണ്. നമ്മുടെ കർത്താവ് പറഞ്ഞു, മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 43-ാം വചനത്തിൽ എന്താണ് ഈശോ പഠിപ്പിച്ചത്? ഈ ചെറിയവരിൽ ഒരുവന് ശിഷ്യനെന്ന നിലയിൽ ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുക്കുന്നവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുക്കുന്നവന് പ്രതിഫലം ലഭിക്കാതിരിക്കില്ലെന്ന് സത്യമായി ഞാൻ പറയുന്നു. പ്രതിഫലം കിട്ടും, പ്രതിഫലം ലഭിക്കും. ഒരു പാത്രം വെള്ളം കൊടുത്താൽ പോലും പ്രതിഫലം ഉണ്ടെങ്കിൽ ഒരു ആത്മാവിനെ കർത്താവിനായി നേടുമ്പോൾ എന്തുമാത്രം പ്രതിഫലം നമുക്ക് ലഭിക്കും. ഒരു ആത്മാവിനെ കർത്താവിനായി നേടുമ്പോൾ, ഒരു ജീവിതത്തെ കർത്താവിന്റെ രക്ഷയിലേക്ക് നയിക്കുമ്പോൾ എന്തുമാത്രം പ്രതിഫലങ്ങൾ കർത്താവ് തരും. സഹോദരങ്ങളെ, ഇത് മനസ്സിലാക്കി കർത്താവിനെ കൊടുക്കുന്നതിൽ ആനന്ദമുള്ളവരാകുക. ഈ കൃപ സ്വീകരിച്ചുകൊണ്ട് 3 പ്രാവശ്യം ആമേൻ പറഞ്ഞേ. ആമേൻ, ആമേൻ, ആമേൻ. കൊടുക്കുന്നതിൽ ആനന്ദമുള്ളവരാകുക. ആമേൻ, ആമേൻ. 8ാമത് നമുക്ക് തിരുവചനത്തിൽ കാണാൻ കഴിയുന്നത് എന്താണ്? പെന്തക്കോസ്തയുടെ ആത്മീയത സഹോദരങ്ങളെ ആനന്ദമാണ്. ജോയ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ജോയ് ഓഫ് സാൽവേഷൻ. ആനന്ദത്തിന്റെ ജീവിതം, ആനന്ദത്തിന്റെ കുടുംബങ്ങൾ, ആനന്ദത്തിന്റെ കൂട്ടായ്മ. നമ്മുടെ സഭയിൽ ആനന്ദം, കുടുംബങ്ങളിൽ ആനന്ദം, വ്യക്തി ജീവിതത്തിൽ ആനന്ദം. അതാണ് ഇത് നമ്മൾ മനസ്സിലാക്കണം. പരിശുദ്ധാത്മാവുള്ള ഒരു ദൈവ പൈതൽ ആനന്ദത്തിന്റെ മുദ്രയുള്ളവനാണ്. ജോയ് ഒരു വ്യക്തിയിൽ ലോകത്തിന്റെ സന്തോഷമല്ല, ആത്മാവിന്റെ ആനന്ദം. ഈ ആനന്ദം ഒരു വ്യക്തിയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ആ വ്യക്തിയിൽ അഭിഷേകമുണ്ട്. അതാണ് പെന്തക്കോസ്തയുടെ ആത്മീയത. പരിശുദ്ധ വചനങ്ങൾ നമ്മൾ പഠിച്ചു ധ്യാനിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന സത്യം എന്താ? പെന്തക്കോസ്തയുടെ ആത്മീയത ആത്മാവിന്റെ ആനന്ദത്തിലുള്ള ജീവിതമാണ്. ആനന്ദത്തിന്റെ കുടുംബങ്ങള്. എന്ത് ആനന്ദം? ആത്മാവിലുള്ള ആനന്ദം. ജോയ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ജോയ് ഓഫ് സാൽവേഷൻ. രക്ഷയിലുള്ള ആനന്ദം, പരിശുദ്ധാത്മാവിലുള്ള ആനന്ദം. അതാണ് പെന്തക്കോസ്തയുടെ ആത്മീയത. നമുക്കിന്ന് വേണ്ടത് ഈ ജോയ് ആണ്, ആനന്ദമാണ്. എത്ര കുടുംബങ്ങളായി ഇന്ന് കണ്ണുനീരിലും ദുഃഖത്തിലും, എത്ര ജീവിതങ്ങളാണ് നിരാശയിലും വിഷാദത്തിലും പിറുപിറുപ്പിലും മുറുമുറുപ്പിലും പരാതിയിലും തകർന്നടിഞ്ഞ് നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. എന്റെ സഹോദരങ്ങളെ, ജോയ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ആത്മാവിന്റെ ആനന്ദം അനുഭവിക്കണം. അതാണ് പെന്തക്കോസ്തയുടെ ആത്മീയത നമുക്ക് തരുന്നത്. ഈ ജൂബിലി വർഷത്തിലെ ഈ പെന്തക്കോസ്ത തിരുനാൾ ഏറ്റവും അടുത്തിരിക്കുക. ഈ രാത്രി നമ്മൾ ജാഗരിച്ച് പ്രാർത്ഥിക്കണം. നാളത്തെ പരിശുദ്ധ കുർബാനയിലെല്ലാം ആത്മാർത്ഥമായി കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. ഈ ആത്മീയത ജീവിക്കാൻ കർത്താവേ എന്നെ അഭിഷേകം ചെയ്യണേ, എൻ്റെ കുടുംബത്തെ അഭിഷേകം ചെയ്യണേ, തലമുറയെ അഭിഷേകം ചെയ്യണേ, എൻ്റെ സഭയെ അതിനായി ഉണർത്തണമേ, എൻ്റെ കൂട്ടായ്മകൾ അതിനായി അവിടുന്ന് അനോയിന്റ് ചെയ്യണമേ. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക, ഈ ആത്മീയതയാണ് നമ്മൾ ജീവിക്കേണ്ടത്. ഈ ആത്മീയതയെ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. പെന്തക്കോസ്തയുടെ ആത്മീയത ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം, ഇത് നമ്മൾ അനുഭവിക്കണം. ആനന്ദം. അപ്പോസ്തല പ്രവർത്തനം 13-ാം അധ്യായം 52-ാമത്തെ വചനം, 13:52. ശിഷ്യന്മാർ ആനന്ദത്താലും പരിശുദ്ധാത്മാവിനാലും നിറഞ്ഞവരായി. വീണ്ടും അപ്പോസ്തല പ്രവൃത്തി 2:46.
എപ്പോഴാണ് ഇവർ ഈ ആനന്ദം കൊണ്ട് നിറയുന്നത്? കഷ്ടതയുടെയും സഹനത്തിന്റെയും കല്ലേറുകളുടെയും പ്രതിസന്ധികളുടെയും ആക്ഷേപങ്ങളുടെയും അപവാദങ്ങളുടെ മധ്യയാണ് ഇവർ ആനന്ദത്താലും ആത്മാവിനാലും നിറഞ്ഞവരായെന്ന് പരിശുദ്ധ വചനം സാക്ഷ്യപ്പെടുത്തുന്നത്. പ്രതിസന്ധികളിൽ ആനന്ദിക്കുന്നവരാണ് പരിശുദ്ധാത്മാവുള്ളവര്. പ്രതികൂലങ്ങളിൽ ആനന്ദിക്കുന്നവരാണ് പരിശുദ്ധാത്മാവുള്ളവര്. കൊടിയ സഹനങ്ങളിൽ ആനന്ദിക്കുന്നവരാണ് പരിശുദ്ധാത്മാവുള്ളവര്. സഹനത്തിന്റെ തീച്ചൂളയിലും ആത്മാവിൽ ആനന്ദിക്കുന്നവരാണ് പെന്തക്കോസ്തയുടെ ആത്മീയത സ്വന്തമാക്കിയവര്. അതാണ് പരിശുദ്ധാത്മാ അനുഭവം പ്രാപിച്ചവര്. എല്ലാ കാര്യങ്ങളും സുഖമായി പോകുമ്പോൾ, എല്ലാ കാര്യങ്ങളും കംഫർട്ടായി പോകുമ്പോൾ ആനന്ദിക്കാൻ ആർക്കാൻ പറ്റാത്തത്? അതിന് കൃപയുടെ ആവശ്യമില്ല, അതിന് ആത്മാവിന്റെ ആവശ്യമില്ല. പ്രതിസന്ധികളിൽ, വേദനകളിൽ, കണ്ണുനീരുകളിൽ, ഒറ്റപ്പെടുത്തലുകളിൽ, ആക്ഷേപങ്ങളിൽ, അപഖ്യാതികളിൽ, കൊടിയ സഹനങ്ങളിൽ, കഷ്ടതയുടെ തീച്ചൂളയിൽ ദൈവത്തിന്റെ പൈതലെ നിനക്ക് ആനന്ദിക്കാൻ പറ്റുന്നുണ്ടോ? നിന്നിൽ പരിശുദ്ധാത്മാവുണ്ട്. നീ പെന്തക്കോസ്തയുടെ ആത്മീയതയില, നീ യഥാർത്ഥമായ ആത്മീയതയില നീ ജീവിക്കും. ആനന്ദത്താലും ആത്മാവിനാലും ശിഷ്യന്മാർ നിറഞ്ഞു. 2:46 വായിച്ച് അവർ ഏക മനസ്സോടെ താല്പര്യപൂർവ്വം അനുദിനം ദേവാലയത്തിൽ ഒന്നിച്ചുകൂടുകയും ഭവനം തോറും അപ്പം മുറിക്കുകയും ഹൃദയലാളിത്യത്തോടും ആഹ്ലാദത്തോടും കൂടെ വലിയ ആനന്ദത്തോടുകൂടെ ഭക്ഷണത്തിൽ പങ്കുചേർന്നു. ആഹ്ലാദത്തോടെ അവരിങ്ങനെ ആഹ്ലാദിക്കുകയാണ്, ആനന്ദിക്കുകയാണ്. നമ്മൾ പാടുന്നില്ലേ, നിരാശപ്പെടാൻ കാര്യം 10 ആനന്ദിക്കാനുള്ള 1000. നിരാശപ്പെടാൻ കാര്യം 10 ആനന്ദിക്കാനുള്ളത് 1000. എന്തിനാ നമ്മൾ ഇങ്ങനെ നിരാശപ്പെട്ട് ദുഃഖിച്ച് വിഷാദികളായി മാറുന്നത്? ജോയ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പെന്തക്കോസ്തയുടെ ആത്മീയത ആനന്ദമുള്ള ജീവിതങ്ങളാക്കി നമ്മളെ മാറ്റും. ആനന്ദമുള്ള ജോയ്ഫുൾ ലൈഫ്. ആമേൻ. സഹോദരങ്ങളെ, ഇത് നമ്മൾ പ്രാപിക്കണം. ഞാൻ ഒരു വചനം വായിച്ചു, നമുക്ക് അറിയാവുന്ന ഒരു വചനം, അപ്പോസ്തല പ്രവർത്തനം 5:41. എന്തൊരു വചനമാണിത്! ഇതാണ് പെന്തക്കോസ്തയുടെ ആത്മീയത. അവരാകട്ടെ യേശുവിന്റെ നാമത്തെ പ്രതി അപമാനം സഹിക്കാൻ യോഗ്യത ലഭിച്ചതിൽ സന്തോഷിച്ചുകൊണ്ടു. കർത്താവിന്റെ നാമത്തെ പ്രതി അപമാനം സഹിക്കാൻ തങ്ങൾക്ക് അടികൾ കിട്ടി, ആക്ഷേപങ്ങൾ കിട്ടി, തങ്ങൾ ഒറ്റപ്പെട്ടു, ഒരുപാട് ദുഷിപ്പ് അനുഭവിച്ചു. അതിനെ പ്രതി അവര് സന്തോഷിക്കുക, അതൊരു വലിയ യോഗ്യതയായി കണ്ട് അവരതിൽ ആഹ്ലാദിക്കുകയാണ്, ആനന്ദിക്കുകയാണ്. സഹോദരങ്ങളെ, ഇതല്ലേ പരിശുദ്ധാത്മാവുള്ളവര്? ഇതല്ലേ പരിശുദ്ധാത്മ അനുഭവം? ഇതല്ലേ പെന്തക്കോസ്തയുടെ ആത്മീയത? ഈ ആത്മീയത നമ്മൾ ജീവിക്കാനല്ലേ ഈ പെന്തക്കോസ്ത തിരുനാളിൽ കർത്താവ് എന്നെയും നിങ്ങളെയും വിളിക്കുന്നത്? ഇതിലേക്കല്ലേ നമ്മൾ വിളിക്കുന്നത് കർത്താവ്? ജോയ്ഫുൾ ലൈഫ്, ജോയ്ഫുൾ ആറ്റിറ്റ്യൂഡ്. യെസ്, കാരണം നമ്മളിൽ ഹോളി സ്പിരിറ്റ് ഉണ്ട്. 9ാമതായി സഹോദരങ്ങളെ, സാക്ഷ്യജീവിതമാണ്. സാക്ഷ്യജീവിതം, ലൈഫ് വിറ്റ്നസിംഗ്. അപ്പോസ്തല പ്രവർത്തനം 2:47. പെന്തക്കോസ്തയുടെ ആത്മീയത നമുക്ക് തരുന്നത് സാക്ഷ്യത്തിന്റെ ജീവിതമാണ്. അപ്പോസ്തല പ്രവർത്തനം 2:47 എന്താ പറയുന്നത്? അവർ ദൈവത്തെ സ്തുതിക്കുകയും എല്ലാ മനുഷ്യരുടെയും സംപ്രീതിക്ക് പാത്രമായി. എല്ലാ മനുഷ്യരുടെയും സംപ്രീതിക്ക് പാത്രമായി. പറയുന്നതൊന്ന്, പ്രവർത്തിക്കുന്നത് മറ്റൊന്ന്. അങ്ങനെയല്ല. പൗലോസ് പറയുന്നുണ്ട്, മോഷ്ടിക്കരുതെന്ന് പറയുന്നത് നീ തന്നെ മോഷ്ടിക്കുന്നു പോ. വ്യഭിചാരം ചെയ്യരുതെന്ന് പറയുന്നത് നീ തന്നെ വ്യഭിചാരം ചെയ്യുന്നു പോ. തിന്മ ചെയ്യരുതെന്ന് പറയുന്നത് നീ തന്നെ തിന്മ ചെയ്യുന്നു പോ. നീ അങ്ങനെ ചെയ്ത് നീ ദൈവത്തെ നിന്ദിക്കുകയാണോ എന്ന് സഭയോട് പൗലോസിനെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. സഹോദരങ്ങളെ, വചനത്തിന്റെ സാക്ഷ്യം, ലൈഫ് വിറ്റ്നസിംഗ്, നമ്മൾ വായിച്ച് ധ്യാനിക്കുന്ന, നമ്മൾ കേൾക്കുന്ന, നമ്മൾ വിശ്വസിക്കുന്ന കർത്താവിന്റെ സത്യത്തിന്റെ വചനം നമ്മിൽ മാംസം ധരിക്കണം. ആ വചനം നമ്മളിൽ കൃപയായി മാംസമായി മാറുന്നതാണ് ജീവിത സാക്ഷ്യം എന്ന് പറയുന്നത്.
ജീവിത സാക്ഷി എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയ ഏതെങ്കിലും ഭൗതികമായ നന്മകളെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നതല്ല, അതല്ല പറയുന്നത്. മറിച്ച് വചനത്തിലുള്ള ജീവിതം, വചനം കൃപയായിട്ടുള്ള ജീവിതം. സഹോദരങ്ങളെ, അവർക്കത് ഉണ്ടായി. ജനം അവരെ ബഹുമാനിച്ചു എന്ന് പറയുന്നു. ലോകം അത്ഭുതപ്പെട്ടു. ഇത് എന്തൊരു മനുഷ്യരാണ്, ഇത് എന്തൊരു സമൂഹം, ഇവർക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുന്നത്, ഇവർക്ക് എങ്ങനെ ഇങ്ങനെ ആനന്ദിക്കാൻ പറ്റുന്നത്, ഇത്രയും കൊടിയ പ്രതിസന്ധിയുടെ നടുവിൽ ഇതുപോലത്തെ സഹനത്തിന്റെ തീച്ചൂള് എല്ലാം നഷ്ടപ്പെട്ടവരാണ് ഇവർ കർത്താവിനെ പ്രതി, വിശ്വാസത്തെ പ്രതി. എന്നിട്ട് ഇവർ ആഹ്ലാദിക്കുന്നു. അവർക്കൊരു ദുഃഖവുമില്ല, അവർക്ക് പിറുപിറുപ്പില്ല, പരാതിയില്ല, അവർ ആനന്ദിക്കുന്നു. എന്തൊരു സ്നേഹം അവർ തമ്മിൽ, എന്തൊരു കൂട്ടായ്മയുടെ അനുഭവമാണ്, എന്തൊരു ഒന്നിപ്പാണ്. ഇതെല്ലാം കണ്ട് പൊതുസമൂഹം അത്ഭുതപ്പെട്ടു. ജനം മുഴുവൻ അവരെ ബഹുമാനിച്ചു. ജനത്തിന്റെ സംപ്രീതിക്ക് അവർ പാത്രങ്ങളായി മാറി. എന്തുകൊണ്ട് സഹോദരങ്ങളെ? സാക്ഷ്യത്തിന്റെ വചനം, സാക്ഷ്യത്തിന്റെ ജീവിതം. പെന്തക്കോസ്തയുടെ ആത്മീയത നമുക്ക് തരുന്നത് അതാണ്. സാക്ഷ്യത്തിന് ഒരു ലൈഫ് വിറ്റ്നസിങ് നമുക്കുണ്ടാകണം. ജീവിത സാക്ഷ്യം, വചനത്തിന്റെ സാക്ഷ്യം നമുക്കുണ്ടാകണം. വെളിപാട് പുസ്തകം 12:11 പറയുന്നുണ്ട്, ഈ സാക്ഷ്യ ജീവിതം ഉള്ളവർക്ക് പിശാചിനെ വിജയിക്കാൻ പറ്റൂ. അവരാകട്ടെ കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിന്റെ വചനം കൊണ്ടും അവന്റെ മേൽ വിജയം നേടി. ആരാണ് ഈ അവൻ? പിശാചാണ്. പിശാചിന്റെ മേൽ വിജയം നേടി. കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും സാക്ഷ്യത്തിന്റെ വചനം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, കർത്താവിന്റെ വചനവും കർത്താവിന്റെ രക്തവും കർത്താവിന്റെ ശരീരവും കർത്താവിന്റെ നാമവും മാത്രം പോരാ, നമുക്ക് സാക്ഷ്യത്തിന്റെ വചനം ഉണ്ടാവണം. ഞാൻ കർത്താവിന്റെ നാമം ഉപയോഗിക്കുമ്പോൾ എൻ്റെ ജീവിതം സാക്ഷ്യത്തിന്റെ ജീവിതമല്ലെങ്കിൽ കർത്താവിന്റെ നാമത്തിന്റെ ശക്തി അവിടെ വെളിപ്പെടില്ല, വചനത്തിന് ശക്തി വെളിപ്പെടില്ല. വചനത്തിന്റെ ശക്തി ഈ തലമുറയിൽ വെളിപ്പെടണമെങ്കിൽ വചനം ഉപയോഗിക്കുന്നവരെ, വചനത്തെ കൈകാര്യം ചെയ്യുന്നവരെ ജീവിത സാക്ഷ്യമുള്ളവരാകണം, വചനത്തിന്റെ സാക്ഷ്യമുള്ളവരാകണം. വചനം മാംസം ധരിച്ചവരായി മാറണം. ആദിമസഭ ഈ ഒരു കൃപ ലഭിച്ചവർ, ഈ കൃപയിൽ ജീവിച്ചവർ, അതിനുവേണ്ടി വില കൊടുത്തവർ. സാക്ഷ്യത്തിന്റെ വചനം. അവസാനമായി 10ാമതായി പെന്തക്കോസ്തയുടെ ആത്മീയത നമ്മെ കാണിക്കുന്നത് 10ാമത് ഇവാഞ്ചലൈസേഷനാണ്, സുവിശേഷവൽക്കരണമാണ്. അവർ കർത്താവിന്റെ സാക്ഷ്യം നൽകുന്നു. സുവിശേഷ വേലയാണ്. കർത്താവിന്റെ വിറ്റ്നസ് ചെയ്യുക, ഫെയ്ത്ത് വിറ്റ്നസിങ്. അവർ ധീരതയോടെ കർത്താവിന് സാക്ഷ്യം നൽകി, വചനത്തിന് സാക്ഷ്യം നൽകി, വചനത്തിന് സാക്ഷ്യം നൽകി. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2:47 അതിന്റെ സെക്കൻഡ് പാർട്ട്, അവസാന ഭാഗം നിങ്ങളൊന്ന് വായിച്ച വചനം. Acts 2:47, രക്ഷ പ്രാപിക്കുന്നവരെ കർത്താവ് അവരുടെ ഗണത്തിൽ പ്രതിദിനം കർത്താവ് ചേർത്തുകൊണ്ടിരുന്നു. എന്തുകൊണ്ടാണ് രക്ഷ പ്രാപിക്കുന്നവരെ പ്രതിദിനം സഭയോടുകൂടെ ചേർക്കുവാൻ കർത്താവിനെ കഴിഞ്ഞത്? അവർ വചനത്തിന് സാക്ഷ്യം നൽകി, അവർ ഇവാഞ്ചലൈസേഷൻ നടത്തി, അവർ വചനം പ്രഘോഷിച്ചു, അവർ വചനം കൊടുത്തു. കർത്താവിന്റെ വചനം കൊടുക്കുക. അപ്പൊ അനേകര് കർത്താവിനെ കണ്ടുമുട്ടി, രക്ഷയിലോട്ട് വന്നു. ജീവിതങ്ങൾ അതാ സഭയിലേക്ക് ആകർഷിക്കപ്പെടുക. ഇവാഞ്ചലൈസേഷനാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 19-ാം അധ്യായം 10-ാമത്തെ തിരുവചനം. Acts 19:10. എഫെസസ് പട്ടണത്തിൽ പോയി പൗലോസ്ലീഹ ജീവനുള്ള കർത്താവിന്റെ വചനം അറിയിക്കുകയാണ്. 2 വർഷത്തേക്ക് തുടർന്നു. തന്മൂലം ഏഷ്യയിൽ വസിച്ചിരുന്ന എല്ലാവരും, യഹൂദരും ഗ്രീക്കുകാരും കർത്താവിന്റെ വചനം കേട്ടു. വചനം പറയാ, കർത്താവിന്റെ വചനം കേട്ടു. ഏഷ്യയിലുള്ള സകല മനുഷ്യരും കർത്താവിന്റെ വചനം കേട്ടു. അവർ വചനത്തിന് സാക്ഷ്യം നൽകി. ഒരു കോണ്ടിനെന്റ് മുഴുവൻ ദൈവവചനത്തിന്റെ ശക്തി അനുഭവിക്കുകയാണ്. ഒരു ഭൂഖണ്ഡം മുഴുവൻ കർത്താവിന്റെ വചനത്തിന്റെ മാധുര്യം അനുഭവിക്കുകയാണ്, വചനത്തിന്റെ കൃപയിലേക്ക് വരികയാണ്. എന്തുകൊണ്ട് സഹോദരങ്ങളെ? അവർ കർത്താവിന്റെ വചനം കൊടുത്തതുകൊണ്ടാണ്. പെന്തക്കോസ്തയുടെ ആത്മീയത ദൈവവചനം കൂടി, ഇവാഞ്ചലൈസേഷന്റെ സ്പിരിറ്റാണ്. സഭ വളരണമെങ്കിൽ, നമ്മുടെ മിനിസ്ട്രികൾ ആത്മാവിൽ ശക്തിപ്പെടണമെങ്കിൽ, നമ്മുടെ കൂട്ടായ്മ കൃപയിൽ ജ്വലിക്കണമെങ്കിൽ കർത്താവിനും കർത്താവിന്റെ വചനത്തിനും ധീരതയോടെ ഈ കാലഘട്ടത്തിൽ ദൈവജനം സാക്ഷ്യം നൽകണം. കുടുംബമായി സാക്ഷ്യം നൽകണം. വൈദികരും സമർപ്പിതരും അവരുടെ വിളിക്ക് അനുസൃതമായ വിധത്തിൽ ധീരതയോടെ സാക്ഷ്യം നൽകണം. പ്രവാചക സാക്ഷ്യം നൽകണം. യുവജനങ്ങൾ അവരുടെ യൗവനത്തിലൂടെ കർത്താവിന് വിറ്റ്നസ് ചെയ്യണം. ലോകം കർത്താവിനെ കണ്ടു.
ജനങ്ങൾ കർത്താവിന്റെ രക്ഷയിലേക്ക് വരും. കണ്ടു, ഏഷ്യയിലുള്ള സകല മനുഷ്യരും കർത്താവിന്റെ വചനം കേട്ടുവെന്ന് ആത്മാവ് സാക്ഷ്യപ്പെടുത്തുകയാണ്. തുടർന്ന് എന്താ സംഭവിച്ച്? അപ്പോസ്തല പ്രവർത്തനം 19:20 അങ്ങനെ കർത്താവിന്റെ വചനം വിപുലമായി പ്രചരിക്കുകയും അതിന്റെ ശക്തി വെളിപ്പെടുകയും ചെയ്തു. ഹല്ലേലൂയ. കർത്താവിന്റെ വചനം വിപുലമായി പ്രചരിച്ചു. ദേശാന്തരങ്ങളിലേക്ക്, രാജ്യങ്ങളിലേക്ക്, ഭൂഖണ്ഡങ്ങളിലേക്ക്, ജനപദങ്ങളിലേക്ക് കർത്താവിന്റെ വചനം വ്യാപിക്കുകയാണ്, പ്രചരിക്കുകയാണ്. 10,000 വചനം കേട്ട് മാനസാന്തരപ്പെട്ടു, കർത്താവിനെ കണ്ടുമുട്ടി. സഭ അതിവേഗം വളരുകയാണ്. സഹോദരങ്ങളെ, ഇതാണ് പരിശുദ്ധാത്മ പ്രവർത്തനം. പെന്തക്കോസ്തുടെ ആത്മീയത ഇവാഞ്ചലൈസേഷന്റെ സ്പിരിച്വാലിറ്റിയാണ്. പെന്തക്കോസ്തുടെ ആത്മീയത എന്ന് പറയുന്നത് അത് സുവിശേഷ വൽക്കരണത്തിന്റെ ആത്മീയതയാണ്. കർത്താവിന് സാക്ഷ്യം നൽകുന്ന, വചനത്തിന് വിറ്റ്നസ് ചെയ്യുന്ന ഒരു ജീവിത ശൈലിയാണ് പെന്തക്കോസ്തുടെ ആത്മീയത. അപ്പോസ്തല പ്രവർത്തനങ്ങൾ മുഴുവൻ നിങ്ങൾ വായിച്ചു. അവിടെ എല്ലാം കാണുന്നത് അവർ കർത്താവിന് സാക്ഷ്യം നൽകി. സാഹചര്യം അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും അവർ സാക്ഷ്യം നൽകി. അതിലൂടെയാണ് ഹോളി സ്പിരിറ്റ് പ്രവർത്തിച്ചത്. വീണ്ടും അപ്പോസ്തല പ്രവർത്തനം 12:24 ദൈവവചനം വളർന്ന് വ്യാപിച്ചു. ദൈവത്തിന്റെ വചനം വളർന്ന് വ്യാപിച്ചു. ദേശങ്ങളിലേക്ക് അത് പടർന്നു, രാജ്യങ്ങളിലേക്ക് പടർന്നു, അത് ജനപദങ്ങളിലേക്ക് വ്യാപിച്ചു. എന്തുകൊണ്ട് വചനത്തിന് വ്യാപനമുണ്ടായത്? അവർ വചനം കൊടുത്തു, വചനത്തിന് സാക്ഷി നൽകി, അവർ വചനം പ്രഘോഷിച്ചു. വീണ്ടും അപ്പോസ്തല പ്രവർത്തനം 13:49 കർത്താവിന്റെ വചനം ആ നാട്ടിലെല്ലാം വ്യാപിച്ചു. കർത്താവിന്റെ വചനം വ്യാപിച്ചു. സഹോദരങ്ങളെ, നമുക്ക് പ്രാർത്ഥിക്കാം. പെന്തക്കോസ്തുടെ ആത്മീയതയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഈ രാത്രി സാധിക്കുന്നവരെല്ലാം പ്രാർത്ഥനയിൽ നിങ്ങളായിരിക്കുക. കർത്താവിന്റെ സന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. തിരുസഭയിൽ ഒരു പുതിയ പെന്തക്കോസ്ത ഉണ്ടാകുവാൻ, നമ്മുടെ കുടുംബങ്ങളിൽ ഒരു നവ പെന്തക്കോസ്ത അനുഭവം ഉണ്ടാവാൻ, നമ്മുടെ ജീവിതങ്ങളിൽ, നമ്മുടെ കൂട്ടായ്മകളിൽ, നമ്മുടെ മിനിസ്ട്രികൾ, ലോകം മുഴുവന് വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കുക. ലോകം മുഴുവൻ ആത്മാനുണർവ്, റിവൈവൽ ഉണ്ടാകാൻ, രാജ്യങ്ങളിൽ ആത്മാനുണർവ് വ്യാപരിക്കാൻ, ഭൂഖണ്ഡങ്ങളിൽ കർത്താവിന്റെ വചനം നമ്മൾ വചനത്തിൽ കണ്ടില്ലേ, കർത്താവിന്റെ വചനം വളർന്നു വ്യാപിച്ചു, വചനത്തിന്റെ ശക്തി വെളിപ്പെട്ടു. ഇത് സംഭവിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് ഏവർക്കും ഒത്തിരി സ്നേഹത്തോടെ ഈ ജൂബിലി വർഷത്തിലെ പെന്തക്കോസ്ത തിരുനാൾ ആശംസിക്കുകയാണ്. പരിശുദ്ധാത്മ അനുഭവത്തിൽ, പരിശുദ്ധാത്മ ശക്തിയിൽ പെന്തക്കോസ്തുടെ ആത്മീയത ജീവിക്കുവാൻ നിരന്തരം കർത്താവ് നിങ്ങളെ അഭിഷേകം ചെയ്യട്ടെ. കർത്താവ് നിങ്ങളെ പ്രചോദിപ്പിക്കട്ടെ. നാളത്തെ പരിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥിക്കാം. നാളെ പെന്തക്കോസ്ത് ഡേ ആണ്, പെന്തക്കോസ്ത് ദിനമാണ്. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക, കണ്ണീരോടെ പ്രാർത്ഥിക്കുക. ധാരാളം വചനം വായിച്ച് അഭിഷേകത്തിനായി, പെന്തക്കോസ്തയുടെ ശക്തിക്കായി നമുക്ക് ഒന്നിച്ചൊരുങ്ങാം. അതിനായി കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ.